ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 21 അധ്യായം 21 വാക്യം, മാർക്കോസ് സുവിശേഷം 11 അധ്യായം 23 വാക്യം, ലൂക്കോസ് സുവിശേഷം 17 അധ്യായം 6 വാക്യം. ഇത് മൂന്നും ഒരേ വാക്യമാണ്, ഒരേ പോലത്തെ വാക്യമാണ്. മത്തായി 21:21, മർക്കോസ് 11:23, ലൂക്കോസ് 17:6. ഇവിടെ മൂന്നിടത്തും പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഈ വചനം നമുക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ, ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസത്തോടെ പറയുന്നതിനെ കുറിച്ചാണ്, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചാണ്. ഫെയ്ത്ത് ഡിക്ലറേഷൻ, വിശ്വാസ പ്രഖ്യാപനം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, കുറേയും കൂടെ ഉറക്കെ. വിശ്വാസ പ്രഖ്യാപനം, അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. എന്താണ് വിശ്വാസ പ്രഖ്യാപനം? വിശുദ്ധ റോമർക്ക് ലേഖനം 10 അധ്യായം 7 മുതൽ 9 വരെ നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 3 അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ, സദൃശവാക്യം 18-ന്റെ 20-21 വാക്യങ്ങൾ, ഈ 3 വാക്യങ്ങളും ആധാരമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റോമർ 10-ന്റെ 7 മുതൽ 9 വരെ, യാക്കോബ് 3-ന്റെ 1 മുതൽ 10 വരെ, സദൃശവാക്യം 18-ന്റെ 20-21 വാക്യങ്ങൾ. വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനമാണ്. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെയും പറയുകയാണ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വാ കൊണ്ട് ഏറ്റുപറയുന്നു. സദൃശവാക്യം 18-ന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അധരം അവന് തൃപ്തി വരും. അധരം കൊണ്ട് തൃപ്തി വരും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നാവ് ഒരു തീയാണ്, അഗ്നിയാണ്. സ്തോത്രം. നാവിന്
വാക്കിന് ശക്തിയുണ്ട് എന്ന് പറയുകയാണ്. നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? നമ്മൾ ആരാധനാ സമയത്ത് നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാറുണ്ട്. ആരാധന നടത്തുന്നവർ പറയും, ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെയും നിഖ്യ വിശ്വാസ പ്രമാണത്തിലൂടെയും നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാറുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ പ്രഖ്യാപിക്കുന്നത്? മനസ്സിരുന്നാൽ പോരെ വിശ്വാസം? പോരാ. വിശ്വാസം മനസ്സിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് പ്രഖ്യാപിക്കണം. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു സന്ദേശം മാത്രമാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ എന്താണോ പ്രഖ്യാപിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. പലപ്പോഴും നമ്മൾ നിരാശയുടെ വാക്കുകൾ, പ്രത്യാശയില്ലാത്ത വാക്കുകൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവർ. ഞാൻ ദുബായിൽ പോയപ്പോൾ 92 വയസ്സ് പ്രായമുള്ള ഒരു ആളിന് അമ്മയെ പരിചയപ്പെട്ടു. 92 വയസ്സ്. സ്തോത്രം. ഈ 92 വയസ്സായ അമ്മച്ചി ലോകം മുഴുവനും യാത്ര ചെയ്ത് പ്രസംഗിക്കുകയാണ്. സുഡാനിൽ പോവും, സൗത്ത് ആഫ്രിക്കയിൽ പോവും, സൗദി അറേബ്യയിൽ പോവും. അപ്പോൾ ഈ അമ്മച്ചി പറയുകയാണ്, എമിഗ്രേഷനിലൊന്നും എന്നെ പരിശോധിക്കാറില്ല, കാരണം ഈ കിളവി പരിശോധിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് അവർ വിചാരിക്കും അത്രേ. അമ്മച്ചി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് അവിടെ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അമ്മച്ചിയെ കാണുമ്പോഴേ അങ്ങ് വിടും. അമ്മച്ചി പോണേ എന്തിനാ? ആർക്കും സുവിശേഷം പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി ശക്തമായി സുവിശേഷം പറയുകയാണ്. അമ്മച്ചി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുകയാണ്. 92 വയസ്സ്. സ്തോത്രം. എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി നിങ്ങളോടത് പറയണമെന്ന്. നിങ്ങളുടെ പ്രായമൊന്നും ഒരു പ്രായമായിട്ട് ചിന്തിക്കരുത്. 56 വയസ്സിൽ പെൻഷൻ പറ്റും, സർക്കാർ പെൻഷൻ തരും. അതിൻ്റെ അർത്ഥം 56 വയസ്സാകുമ്പോൾ വയസ്സാവണം എന്നല്ല. 56 വയസ്സാകുമ്പം നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെയാണ് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. കുറച്ച് പ്രായമാകുമ്പോൾ നിങ്ങൾ പറയും, എനിക്ക് കാലുവേദന, മുട്ടുവേദന, നടുവേദന, വയ്യാച്ചോ. ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു നോക്കുക, കാലുവേദനയും മുട്ടുവേദനയും നടുവേദനയും ഇല്ലെന്ന്. പിള്ളേർക്കുണ്ട്. ഈ മുട്ടുവേദനയും കാലുവേദനയും നടുവേദനയൊന്നും ഒരു വലിയ അസുഖമൊന്നും അല്ല. കൃത്യമായ ഭക്ഷണം, കിട്ടുന്ന ഭക്ഷണം, നല്ല ഭക്ഷണം വേണമെന്ന് ഞാൻ പറയുന്നില്ല, കൃത്യസമയത്ത് കഴിച്ച്, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിച്ച്, നല്ല ആരോഗ്യത്തോടെ ഓടി നടക്കണം, പറയണം. വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട്, ഒരു ബൈബിൾ വചനമുണ്ട്, ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന് പറയട്ടെ, മതിക്കട്ടെ എന്നാണ് യോബയിൽ എഴുതിയിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് let the weak say that I am strong. Let the weak say that I am strong. ബലഹീനൻ തന്നെത്താൻ ബലവാൻ എന്ന് പറയട്ടെ. ഒരു പ്രാവശ്യം പറ, 2 പ്രാവശ്യം പറ, 3 പ്രാവശ്യം പറ, 4 പ്രാവശ്യം പറ. കുറെ പ്രാവശ്യം പറയുമ്പോൾ നിന്റെ ബലഹീനത മാറി നിനക്ക് ബലം വരും. എനിക്ക് ക്ഷീണമാണ്, എനിക്ക് പ്രയാസമാണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് മലയാളികളാണ് പ്രശ്നം. മലയാളികൾക്ക് മാത്രം 2 പ്രത്യേകതയുണ്ട്. 2 പ്രത്യേകത. ലോകം മുഴുവനും യാത്ര ചെയ്ത ഡോക്ടർ KP യോഹന്നാൻ തിരുമേനി ഒരാളിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കണ്ടു. അദ്ദേഹം പറയാണ്, മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത, ലോകം മുഴുവനും ട്രാവൽ ചെയ്ത ആളാണ്. അദ്ദേഹം പറയണ, ഇത്രയും അസൂയ ഉള്ളവരെ ഞാൻ ലോകത്തോടടുത്തും കണ്ടിട്ടില്ല. KP യോഹന്നാൻ തിരുമേനി ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കണ്ടു കൈരളി TV-ക്ക്. ഇപ്പോഴല്ല കേട്ടാ, മരിക്കണതിന് മുമ്പ്.
അതൊന്ന്. രണ്ടാമത്തെ പ്രത്യേകത മലയാളികൾക്കുള്ള പ്രത്യേകതയാണ്. എങ്ങനെയുണ്ട് സാറേ എന്ന് ചോദിച്ചാൽ പറയും. എന്താ പറയും? പറഞ്ഞേ, നിങ്ങളോട് ചോദിക്കുക എങ്ങനെയുണ്ട്, എന്താ പറയും? പറയൂ, നിങ്ങളെന്താ പറയും? എങ്ങനെ, സുഖമായിരിക്കുന്നോ? എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ എന്താ പറയും? അങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ പോണ്. വേറെ ഏത് ഭാഷക്കാരോട് നിങ്ങൾ ചോദിക്കുക, ഹിന്ദിക്കാരോട് ചോദിക്കുക, ആപ് കൈസാ ഹേ, എഴിച്ചു നടക്കാൻ വയ്യാത്തവനും പറയും ബെടിയാഹും. ബെടിയാന്ന് വെച്ചാൽ എന്തെന്നറിയോ? ഗംഭീരമായിരിക്കുന്നു, അങ്ങനെ പോകുന്നു എന്ന് പറയത്തില്ല. തമിഴിന്റെ ചോദിക്കുക എപ്പടി ഇരിക്കുങ്ക, നല്ല ഇരിക്കുങ്ക എന്നേ മറുപടി പറയൂ. ഹൗ യു, ഒരു ഇംഗ്ലീഷുകാരനോട് ചോദിക്കുക, ഇംഗ്ലീഷിൽ പറയുന്നവനോട് ഹൗ ആർ യു, എങ്ങനെയുണ്ട് നിങ്ങൾ? അയാൾ പറയും ഐ ആം ഗുഡ്, ഹൗ യു ഡൂയിങ്, ഞാൻ നന്നായിരിക്കുന്നു. മലയാളിയോട് ചോദിക്കുക എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ പോകണം സാറേ. ഇത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മലയാളി. എന്താണ് ഇത്? മാറ്റണം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരെങ്കിലും മാറ്റണം. ക്രിസ്തു കൃപ ആശ്രമത്തിൽ വരുന്നവരെങ്കിലും മാറ്റണം. ചോദിച്ചാൽ പറയണം ഞാൻ നന്നായിരിക്കുന്നു. ചിലർ പറയും കൃപയാൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനേക്കാൾ ഗതികേടാണ് കൃപയാൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല പറയാനുള്ളത്. എന്താ പറയണം? ഞാൻ ഐ ആം ഡൂയിങ് ഗുഡ്, വണ്ടർഫുൾ, താങ്ക് യു, നന്നായിരിക്കുന്നു, സ്തോത്രം. ഇന്നോട്ട് പറയുമോ? പറയണം. എല്ലാ ദിവസവും പറയണം. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവരും പറഞ്ഞു തുടങ്ങും. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. പള്ളിയിൽ ആഴ്ചയൊരിക്കൽ ഞായറാഴ്ച അച്ഛൻ പറയുമ്പോൾ മാത്രം എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കാനുള്ളതല്ല വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം എന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പ്രഖ്യാപിക്കേണ്ടതാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. ആമേൻ, ആമേൻ. ഇന്ന് അതാണ് നിങ്ങളോട് പ്രസംഗിക്കാൻ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത്. ഒന്നുമില്ലായ്മയുടെ കാലത്ത് നമ്മൾ ഈ ആശ്രമം വാങ്ങിച്ചു. കൃപയാണ്. ദൈവം എനിക്ക് കൃപ തന്നു വിശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ. ഞാൻ പറഞ്ഞു നമ്മൾ ആശ്രമം പണിയും, ഷീറ്റിടും, കസേര വാങ്ങും. ഒരു കസേര ഇവിടെ ഇല്ല, ഓലക്കീറിലായിരിക്കണത്. അന്ന് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവർക്കും കസേരയിലിരിക്കും. അത് ഏറ്റവും നല്ല കസേരയിലിരിക്കും. നീൽക്കമൽ ഒറ്റ കസേര പൊട്ടിയിട്ടില്ല, 20 വർഷമായി. ഇവിടെ തുള്ളി ആടി അറിഞ്ഞ് ചാടി പലതും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പൊട്ടത്തില്ല. നിങ്ങളുടെ പള്ളിയിലുള്ള കസേരയൊക്കെ പൊട്ടും, ഇവിടുത്തെ കസേര പൊട്ടില്ല. സ്തോത്രം. കാരണം ഇത് കണ്ണുനീരിൻ്റെ കസേരയാ. ഞാൻ അന്ന് പറഞ്ഞു നമ്മളെല്ലാവർക്കും കസേര വാങ്ങും, കൈയുള്ള കസേര വാങ്ങും. കാരണം ഇവിടുത്തെ ആരാധന 1 മണിക്കൂർ ഇരുന്നിട്ട് പോകാനുള്ളതല്ല, 2-3 മണിക്കൂർ ഇരിക്കാനുള്ളതാ. വിശ്വാസത്തിൻ്റെ വാക്ക് നമ്മൾ പറഞ്ഞു. ടെന്റ് മിനിസ്ട്രി തുടങ്ങും. ടെന്റ് എന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടിട്ട് പോലും ഇല്ല. എങ്ങനെ ബസ് ഇരിക്കുമെന്ന് കണ്ടിട്ടില്ല. ആ കാലത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ ഒരു സംരംഭമില്ല. അന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ടെന്റ് മിനിസ്ട്രി തുടങ്ങും. അതിങ്ങനെ ഇരിക്കും. വരച്ച് കാണിച്ചു കൊടുത്തു. പല ആർടിഒയുടെ അടുക്കലും പോയി, അവർക്കൊരു ഐഡിയയും ഇല്ല. തിരുവനന്തപുരത്ത് ആർടിഒയെ കണ്ടു, ഐഡിയ ഇല്ല. മഹാരാഷ്ട്ര ബോംബെ സെക്രട്ടേറിയറ്റിൽ പോയി, അവിടുത്തെ ആർടിഒയെ കണ്ടു. അപ്പോൾ പറഞ്ഞു മന്ത്രാലയത്തിൽ പോകണം. മന്ത്രം വെച്ചാൽ സെക്രട്ടേറിയറ്റ്. അവിടെ പോയി ഞാൻ പ്ലാൻ വരച്ച് കാണിച്ചു, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഐഡിയ ഇല്ല. പക്ഷെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം അത് ദൈവം തന്നതായിരുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. 94 മുതൽ 2020 വരെ നടത്തി. 25 വർഷം, 1/4 നൂറ്റാണ്ട് ടെന്റ് മിനിസ്ട്രി നടത്തി, പ്രസംഗിച്ചു ഞാൻ. സ്തോത്രം. ഇല്ലായ്മയുടെ കാലത്ത് നമുക്ക് അമേരിക്കൻ വരുമാനമില്ല, സ്വത്തില്ല. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ഒരു സമ്പത്തുമില്ല. എൻ്റെ അപ്പൻ ഒരു സമ്പത്തും ഉണ്ടാക്കി തന്നിട്ടില്ല. എൻ്റെ അപ്പൻ 2 സമ്പത്തുണ്ടാക്കി തന്നു. ഒന്ന്
അദ്ദേഹം എപ്പോഴും പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കണം. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറഞ്ഞു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അതായിരുന്നു. എൻ്റെ ചേച്ചിമാരുടെ ഇരിപ്പുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്ക്. സ്തോത്രം. ഒന്ന്, അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചു. അതാണ് അദ്ദേഹം തന്ന സമ്പാദ്യം. രണ്ടാമത് അദ്ദേഹം തന്ന സമ്പാദ്യം കഠിനമായി ജോലി ചെയ്യാൻ പഠിപ്പിച്ചു. സ്ട്രിക്റ്റായിട്ട് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഏത് ജോലിയാണെങ്കിലും അത് ആത്മാർത്ഥമായി ചെയ്യുക. ഇതാണ് സമ്പാദ്യം. ഞാൻ വിശ്വാസത്താൽ പറയാനുള്ള കൃപ ദൈവം തന്നു. 20 മിനിറ്റ്സ് തുടങ്ങി. നാഗ്പൂരിൽ പോയി, നാഗ്പൂരിൽ സ്ഥലം വാങ്ങും എന്ന് വിശ്വാസത്താൽ പറഞ്ഞു. ഒരു പൈസയില്ല. ചിദംബരത്ത് പോയി, അവിടെ സ്ഥലം വാങ്ങിക്കാൻ ഓടി നടന്നു. പൈസ കയ്യിൽ വെച്ചിട്ടല്ല, അവിടെ ആശ്രമം പണിതു. പ്രിയപ്പെട്ടവരെ, പറയുക 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 പറയുക. നിരാശയുടെ വാക്ക് പറയാതിരിക്കുക. ട്രിവാൻഡ്രത്ത് സ്വന്തമായിട്ട് സ്ഥലം വേണം എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായി. ട്രിവാൻഡ്രം പട്ടണത്തിൽ സ്ഥലം വാങ്ങാൻ എളുപ്പമല്ല. പട്ടണത്തിൽ ദൈവം നമുക്ക് സ്ഥലം തന്നു. സ്ഥിരമായൊരു ആരാധന തുടങ്ങണം. സിറ്റി ഒരു ആശ്രമം ഉണ്ടാകണം. ദൈവം എന്ന് വെച്ചാൽ അടുത്ത മാസം, ഇന്ന് കൊടും മഴയായതുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അടുത്ത മാസം അവിടെ നമ്മൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ച്, സ്തോത്രം, അവിടുത്തെ ആശ്രമത്തിൻ്റെ പ്രവർത്തനവും തുടങ്ങും. ജോസഫ് ബ്രദറിനെ ഇപ്പോഴേ വിളിച്ചിരിക്കുക. സ്തോത്രം. ജോസഫ് ബ്രദർ വരണം അടുത്ത സെക്കൻഡ് സാറ്റർഡേ. സിൽവർ ബ്രദറും വരണം. പൊട്ടമ്പള വിൻസെൻ്റ് അവിടെ വരുന്നുണ്ട്. പഴയ ആൾക്കാരെല്ലാവരും വരണം. നമുക്ക് ഇവിടുത്തെ ആരാധന കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ 3 കാര്യങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ്. ആൾക്കാർ ഈ വയസ്സുകാലത്തോ, ആരാ പറഞ്ഞത് വയസ്സായെന്ന്? ഇനിയാ തുടങ്ങാൻ പോണത്. നിങ്ങൾ നോക്കിക്കോ, ഇനിയാ തുടങ്ങാൻ പോണത്. ഇത്രയും നേരം കണ്ടത് എന്താണ്? ഒരു സാമ്പിള് മാത്രം, ട്രെയിലർ. ഇനിയാ കാണാൻ പോണത്. നാഗ്പൂരില് ആശ്രമത്തിനകത്ത് ഒരു വലിയ ആരാധനാ ഹാള് ഞാൻ പണിയും. ദൈവം പണിയും. സ്തോത്രം. 2, ടെന്റ് മിനിസ്ട്രി റീസ്റ്റാർട്ട് ചെയ്യും, പുതിയ വാഹനങ്ങൾ വാങ്ങിച്ച്. 3, ട്രിവാൻഡ്രത്ത് തിരുവനന്തപുരത്ത് ആശ്രമം അതിപ്പോ തന്നെ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ അവിടുത്തെ ആരാധന ശക്തിപ്പെടുത്തും. ഒരുപാട് പുതിയ ആൾക്കാർ ആരാധനയിൽ വന്നു ചേരും. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ വർഷങ്ങൾ ദൈവം നമുക്ക് മടക്കി തരാം. ഒരുപാട് തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും വെട്ടിക്കൊണ്ടുപോയ വർഷങ്ങൾ ദൈവം GMIക്ക് മടക്കി തരും. ടെന്റ് മിനിസ്ട്രിയിലൂടെ ഭാരതം മുഴുവനും ഇനിയും 10 വർഷം നമ്മൾ പ്രസംഗിക്കും. സ്തോത്രം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ ജീവിതത്തിലെ ഗോൾഡൻ ടൈം, മിനിസ്ട്രിയിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് 95 മുതൽ 2020 വരെയായിരുന്നു. കാരണം ആ ഒരു 25 വർഷമാണ് ടെന്റ് മിനിസ്ട്രിയുടെ യോഗങ്ങൾ ധാരാളം നടത്തിയത്. അതിലും നിങ്ങൾ കുറിപ്പിട്ട് ചോദിക്കുകയാണ്, അതിലും പ്രധാനപ്പെട്ട വർഷം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 95 മുതൽ 2005 വരെ ആയിരുന്നു. 10 വർഷം കേരളം മുഴുവനും യോഗങ്ങൾ നടത്തി. വലിയ വലിയ ഗ്രൗണ്ടുകളിൽ, പുത്തരിക്കണ്ടത്തും കവടിയാറിലും, ശക്തൻ തമ്പുരാൻ മൈതാനം തൃശ്ശൂരിലും, കോട്ട മൈതാനം പാലക്കാടും, തിരുവല്ല സ്റ്റേഡിയത്തും, കണ്ണൂർ സ്റ്റേഡിയത്തും തുടങ്ങി
കേരളത്തിലുള്ള എല്ലാ സ്റ്റേഡിയങ്ങളിലും ആയിരക്കണക്കിന് ജനത്തോട് ഞാൻ പ്രസംഗിച്ചു. അതുപോലത്തെ ഒരു 10 വർഷം ഇനിയും ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇനിയും നടക്കും. കാരണം ദൈവം തന്റെ പ്രവൃത്തി ഒരിക്കലും മരവിപ്പിച്ച് കളഞ്ഞിട്ടില്ല. സ്തോത്രം. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ 3 കാര്യങ്ങൾ ജി അമ്മയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാഗ്പൂരിലൊരു വലിയ ചർച്ച് ഹാൾ, 1000 പേർക്ക് ഇരിക്കാവുന്നൊരു ഹാൾ. അതിൽ മാസത്തിൽ 2 ദിവസമെങ്കിലും ഞാൻ ആരാധനയിൽ പ്രസംഗിക്കും. തിരുവനന്തപുരത്തും ഒരു വലിയ ഹാൾ, മാസത്തിൽ 2 ദിവസം ഇവിടെയും പ്രസംഗിക്കും. ബാക്കി ദിവസങ്ങളിൽ 20 മിനിസ്ട്രിയുമായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പോകും. നമ്മൾ പാടുന്ന പാട്ടുകളും പലതും വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. വിശ്വാസത്തെ പ്രഖ്യാപിക്കുക. അടുത്തിടയ്ക്ക് ഒരു സഹോദരൻ എഴുതിയ പാട്ടാണ്, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ എൻ മുൻപിൽ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നമ്മൾ പാടുന്ന പല പാട്ടുകളും വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറയും അത് പുതിയ പാട്ടുകളാണ്. അല്ല, പഴയ പാട്ടുകളുമുണ്ട്. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. തുടർന്നുള്ള അതിനകത്തുള്ള ഓരോ സ്റ്റാൻസുകളും വിശ്വാസ പ്രഖ്യാപനമാണ്. തോമസ് മാത്യു സാറാണ് ആ പാട്ടെഴുതിയത്, അനുഗ്രഹീത ദൈവദാസൻ. ആമേൻ. ഫാദർ ബർക്ക്മാൻ സയ്യ എഴുതിയ പാട്ട്, കടൽ മീതെ നടന്നവനെ കൊടുങ്കാറ്റ് അടക്കിയോനെ, സാത്താനെ ഒടുക്കിയോനെ, സർവശക്തിമാനേ, സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ ദൈവത്താൽ എല്ലാം സാധ്യമേ. അസാധ്യമായി ഒന്നുമില്ല, ഓ അസാധ്യമായി ഒന്നുമില്ല, ഓ അസാധ്യമായി ഒന്നുമില്ല. ചെങ്കടൽ അങ്ങയെ കണ്ട് പിന്മാറി ഓടിയല്ലോ, ഓ യോർദാൻ അങ്ങയെ കണ്ട് പിന്നോക്കി മാറിയല്ലോ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. കരങ്ങളടിച്ചു പാട്. സാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. വിശ്വാസ പ്രഖ്യാപനമല്ലേ അതെല്ലാം, ഈ പാട്ടുകളെല്ലാം. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവാലത്രേ എന്ന് ദൈവം അരുളുന്നു. അസാധ്യമൊന്നുമില്ല,
യേശുവിന്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും നടന്നും യേശുവിൻ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും നടന്നും. ഇതെല്ലാം വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. 1998 ഞാൻ എഴുതിയ പാട്ടാണ്. ഈ കാട്ടാക്കട വെച്ച് എഴുതിയ പാട്ടാണ്. എന്റെ രോഗം എല്ലാം യേശുനാഥനേറ്റെടുത്തു. തന്റെ അടിപ്പിണ എന്റെ രോഗം മാറ്റിയല്ലോ. തന്റെ അടിപ്പിണ എന്റെ രോഗം മാറ്റിയല്ലോ. ഉടച്ചെന്നെ തകർത്തതും നന്മയ്ക്കായല്ലോ. ഉപയോഗപാത്രമായി പണിഞ്ഞിടാനായി ഉടച്ചെന്നെ തകർത്തതും നന്മയ്ക്കായല്ലോ. ഉപയോഗപാത്രമായി പണിഞ്ഞിടാനായി തിന്മയ്ക്കായി ഒന്നും എന്റെ താതൻ തീർത്തതില്ല. കൃപയാ തിന്മയ്ക്കായി ഒന്നും എന്റെ താതൻ തീർത്തതില്ല തന്റെ കൃപയാ. ഓ എന്റെ രോഗമെല്ലാം യേശുനാഥനെ എടുത്തു. തന്റെ അടിപ്പിണരിനായി എന്റെ രോഗം മാറ്റിയല്ലോ. തന്റെ അടിപ്പിണരിനായി എന്റെ രോഗം മാറ്റിയല്ലോ. പുതിയൊരു കൃപയും എന്റെ മേൽ തന്നു. പുത്തൻ ഗാനം എന്റെ നാവിന്മേൽ നൽകി. പുതിയൊരു കൃപയും എന്റെ മേൽ തന്നു. പുത്തൻ ഗാനം എന്റെ നാവിന്മേൽ നൽകി. നഷ്ടമായി തീർന്നതെല്ലാം താതൻ ഇഷ്ടം പോലെ മടക്കി തന്നു. നഷ്ടമായി തീർന്നതെല്ലാം താതൻ ഇഷ്ടം പോലെ മടക്കി തന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. എത്ര പാട്ടുകളാണ്. വിശ്വാസ പ്രഖ്യാപനങ്ങൾ, ഡിക്ലറേഷൻസ് ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വാക്കുകൾ ഇതുപോലെ ആയിരിക്കട്ടെ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പ്രാധാന്യമേറിയത് എന്ന് പറയുന്നത്? 5-6 കാര്യങ്ങളെ ഞാൻ പറയാം. 1, ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ പ്രഖ്യാപനത്തിലൂടെയാണ്. 2, അബ്രഹാം തൻ്റെ പേര് ദൈവം മാറ്റിയപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞത് ഉൽപ്പത്തി 17:5 അബ്രഹാം ശ്രേഷ്ഠ പിതാവ് എന്നർത്ഥം. ശ്രേഷ്ഠ പിതാവ്. അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം അനേകം പേരുടെ പിതാവ്. അബ് എന്ന് പറഞ്ഞാൽ അപ്പൻ, അപ്പൻ, അബ്, അപ്പൻ. അബ്രാം ശ്രേഷ്ഠ പിതാവ്. അബ്രഹാം ഫാദർ ഓഫ് മെനി, അബ് ഓഫ് മെനി, അനേകം പേരുടെ അപ്പൻ. ഇത് മറ്റുള്ളവർ അറിഞ്ഞത് എങ്ങനെയാണ്? ഇന്നാണെങ്കിൽ ഗസറ്റിലൊക്കെ ഇട്ട് പേര് മാറ്റാം. അദ്ദേഹം തന്നെ പറഞ്ഞു കാണും, എൻ്റെ പേര് അബ്രാം എന്നല്ല മക്കളെ, ഇനി നിങ്ങൾ എന്നെ എങ്ങനെ വിളിക്കണം? അനേകം പേരുടെ അപ്പൻ എന്ന് വിളിക്കുവിൻ. അന്ന് ഒരു കുട്ടി പോലും അബ്രഹാമിനില്ല. മോശ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. പുറപ്പാട് 14:15 ദൈവം മോശയോട് അരുളി ചെയ്തു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിന്? മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട്
പറയുക. മുമ്പോട്ട് പോകാൻ പറയുക. ഇനി പുറകിലോട്ടല്ല പോകാനുള്ളത്, മുൻപിലോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. എന്നോട് നിലവിളിക്കുന്നത് എന്തിന്? നീ എന്തിന് എന്നോട് നിലവിളിക്കുന്നു? എന്നോട് നീ നിലവിളിച്ചത് മതി. പറയുക. കമോൺ, നീ പറ, അത് സംഭവിക്കും. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യം. യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് സൂര്യൻ അവിടെ നിന്നെങ്കിൽ യോശുവയുടെ ദൈവമാണ് നമ്മുടെയും ദൈവം. പക്ഷേ നമ്മൾ പറയണം. സങ്കീർത്തനങ്ങൾ വായിക്കുക. കൂടുതൽ സങ്കീർത്തനങ്ങളും പ്രഖ്യാപനങ്ങളാണ്, വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. സങ്കീർത്തനം 91, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട്. ഇതെല്ലാം പ്രഖ്യാപനങ്ങളാണ്. 23-ാം സങ്കീർത്തനം പ്രഖ്യാപനമാണ്. കൂരിൽ താഴ്വരയിൽ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. 121-ാം സങ്കീർത്തനം പ്രഖ്യാപനമാണ്. ഇങ്ങനെ സങ്കീർത്തനങ്ങൾ, പഴയ നിയമത്തിലെ സംഭവങ്ങൾ, ഇതെല്ലാം പ്രഖ്യാപനങ്ങളാണ്. പുതിയ നിയമത്തിലേക്ക് വരാം. റോമർ 10:10 പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം, പക്ഷെ വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. വാ കൊണ്ട് പറയണം. താങ്ക് യു. യോശുവയുടെ പുസ്തകം 1:8 പറയുന്നു, ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഹലോ എന്ന് പറഞ്ഞാൽ എന്താ? പറയണം. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ വളർത്തും. ബൈബിൾ പ്രഖ്യാപനങ്ങൾ, സ്വയം സംസാരിക്കുന്നത് ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ വളർത്താൻ സഹായിക്കും. എല്ലാറ്റിലും ഉപരി ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ് നമ്മുടെ വിശ്വാസം വരുന്നതെന്നല്ലേ പറയുന്നത്. പറയാതെ എങ്ങനെയാണ് കേൾക്കുന്നത്? 1 പത്രോസ് 3:10, സങ്കീർത്തനം 34:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, ജീവനെ ആഗ്രഹിക്കുകയും നല്ല ദിനങ്ങൾ കാണുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവൻ ആരാണ്? തിന്മയിൽ നിന്ന് നിങ്ങളുടെ നാവിനെയും വഞ്ചനയിൽ നിന്ന് നിങ്ങളുടെ അധരത്തെയും കാത്തുകൊള്ളട്ടെ. തിന്മ പറയാതിരിക്കട്ടെ, വഞ്ചന പറയാതിരിക്കട്ടെ. ജീവൻ ലഭിക്കുമെന്ന്, ജീവൻ, നല്ല ദിവസങ്ങൾ വരുമെന്ന്. നമ്മുടെ ജീവിത നിലവാരവും അതിൻ്റെ ദൈർഘ്യവും നാം സംസാരിക്കുന്ന വാക്കുകളെ ആശ്രയിച്ചിരിക്കും. എബ്രായർ 11:2-3 വാക്യങ്ങളിൽ പറയുന്നു, ഈ ലോകം ദൈവവചനത്താൽ രൂപപ്പെട്ടു, അതിനാൽ കാണുന്നവ ദൃശ്യമായവയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. അദൃശ്യമായ ആത്മീയ ലോകത്ത് നിലനിന്നതിനെ എടുത്ത് ഇപ്പോൾ ഈ കാണുന്ന ലോകത്തിലേക്ക് ദൈവം മാറ്റിയതാണ്. ദൈവം ഇപ്പോൾ കാണുന്ന ഈ ലോകത്തെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അദൃശ്യമായ ഇരുന്ന ലോകത്തെ ദൈവം വിളിച്ചു വരുത്തുകയായിരുന്നു. നമുക്കത് അദൃശ്യമായിരുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറി ലോകം ദൈവത്തിൻ്റെ വാക്കുകളാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. സ്തോത്രം. അപ്പോൾ കാണാത്ത ലോകത്തെ, കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറയുക വിശ്വാസത്താൽ. ഭൂമി രൂപരഹിതവും പാഴും ശൂന്യവുമായിരുന്നു. അതിൻ്റെ മുഖത്ത് ഇരുട്ട് പരന്നിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ദൈവം പറഞ്ഞു, ഭൂമി പുല്ലും പുറപ്പെടുവിക്കട്ടെ.
ഭൂമി പുല്ല് പുറപ്പെടുവിക്കട്ടെ. ഭൂമിയിൽ നിന്നുള്ള പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഈ ഏറിയ മാസം മഴ പെയ്യാതിരുന്നിട്ട് വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അറിയാതെ കിടക്കുന്ന പല വിത്തുകളും ഇങ്ങനെ മുളച്ചു വരുന്നത് കാണാം. ഉണങ്ങി വരണ്ടു പോയ പല വൃക്ഷങ്ങളും ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിക്കിളിർത്ത് വരുന്നത് കാണാം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ മഴ പെയ്യുന്നത് പോലെയാണ് സഹോദരങ്ങളെ. നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്ക് പറയുക. എത്രയോ നാളായി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിത്തുകളെല്ലാം ഇങ്ങനെ പൊട്ടിക്കിളിർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങളിൽ തന്നെ ഉണ്ട്. അനുഗ്രഹം, സൗഖ്യം, വിടുതൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള അത്ഭുത രോഗശാന്തി നിങ്ങളിൽ തന്നെ ഉണ്ട്. അതിങ്ങനെ പൊട്ടിക്കിളിർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 6:23 മുതൽ 26 വരെ ദൈവം മോശയോട് പറഞ്ഞു, അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും പറയണം. വായിച്ചു നോക്കുക നിങ്ങൾ. എന്ത് പറയണം? നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കണം. യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കാക്കട്ടെ. ദൈവം തൻ്റെ മുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കട്ടെ, നിന്നോട് കൃപയുണ്ടാകട്ടെ. അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കും, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞവരെ അനുഗ്രഹിക്കേണ്ടതെന്ന്. വിശ്വാസത്തിൽ നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുന്നതിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിക്കാൻ പറ്റും. ഞാൻ ആ വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 6:22 മുതൽ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമത്തെ വയ്ക്കണം. ഞാനവരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട്ടിലൊക്കെ വെറുതെ ഇരുന്ന് ജനങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കുക. മക്കളെ അനുഗ്രഹിക്കുക, ദേശത്തെ അനുഗ്രഹിക്കുക, കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എബ്രായർ 10:23 പറയുന്നു, നമുക്ക് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ തളരാതെ മുറുകെ പിടിക്കാം. വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇവിടെ പ്രതീക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളുടെ സന്തോഷകരമായ പ്രതീക്ഷ എന്നാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾക്ക് പ്രത്യാശയുടെ വാക്കുകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങാം. ഇന്നു മുതൽ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ തുടരുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അതിനർത്ഥം നമ്മുടെ ഉത്തരങ്ങൾ പ്രകടമാകുന്നത് വരെ നമ്മളത് തുടരേണ്ടതുണ്ട് എന്നാണ്. വിശ്വാസത്താൽ ദൈവവചനം പ്രഖ്യാപിക്കുമ്പോൾ വലിയ ശക്തിയും അധികാരവും പുറത്തു വരും. പ്രഖ്യാപനത്തിൻ്റെ ശക്തി അതിശയകരമായ ഒരു സത്യമാണ്. കാരണം ജീവൻ്റെയും മരണത്തിൻ്റെയും ശക്തി നിങ്ങളുടെ നാവിന്മേലുണ്ട്. ജീവൻ്റെയും മരണത്തിൻ്റെയും ശക്തി. ജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സംസാരിക്കാൻ, പറയാൻ, വിശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ ദൈവം പറയുകയാണ്. നമുക്ക് വളരെ പഴയ ഒരു പാട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ പാട്ടാണ്. കൃപയേറും കർത്താവിലൻ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദത്തണലാകും, ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപ ഒന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപ ഒന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയും നാളും. പ്രതികൂലങ്ങൾ അനവധി. ഇതെല്ലാം വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. സ്തോത്രം. ഇത് പാടുമ്പോൾ മാത്രം പാടിക്കളയാനുള്ളതല്ല, ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. എന്താണ് പറയുന്നത്? പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലം എനിക്കവനെന്നാളും. തിരുജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവൻ ഇനിമേലും
കൃപയാൽ സ്തോത്രം. നടത്തുമെന്നെ. ആമേൻ. കൃപ കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളാരും മനസ്സ് ശോകപ്പെട്ട് നിരാശപ്പെട്ട് ഇവിടെ നിന്ന് പോകരുത്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോകണം. എന്തിനാണ് അച്ഛനിത് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളെ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടെ ഉറപ്പിക്കാനാണ്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഭാരം കൊണ്ടാണ്. പലരും പല വിധങ്ങളിൽ മനസ്സ് പതറി തകർന്ന് നിരാശപ്പെട്ട് ഇരിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതൽ അങ്ങനെ നിരാശപ്പെട്ട് ഈ ഭൂമിയിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല. സാത്താന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആളല്ല. കമാൺ! അത്യന്തം പരമായ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ പ്രത്യേക വിളിയാൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന യഹൂദാ ഗോത്രത്തിലെ സിംഹം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ആദിയും അന്തവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ഒടുക്കത്തവനും ആദ്യത്തവനുമായവൻ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാമമുള്ളവൻ നിങ്ങളുടെ ഉള്ളിൽ അലറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വ്യക്തിയല്ല. ഈ ലോകത്തെ നോക്കി നിങ്ങൾ ചിരിക്ക്, അട്ടഹസിച്ച് ചിരിക്ക്, സന്തോഷത്തിന്റെ വാക്കുകൾ പറ. ഇന്നു മുതൽ എഴുതി വെച്ച് പറ, വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്ക്. നിങ്ങളെ കൊണ്ട് ദൈവം വലിയവ ചെയ്യിപ്പിക്കും. മരണവും ജീവനും നിന്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. മരണം വേണോ ജീവൻ വേണോ? ജീവൻ വേണമെങ്കിൽ ഇന്നു മുതൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു തുടങ്ങും. ബൈബിളിൽ ഒരു വചനമുണ്ട്. ഞാനിത് ഒരുപാട് സ്ഥലങ്ങളിൽ, നൂറുകണക്കിന് സ്ഥലങ്ങളിൽ പല ഭാഷക്കാരോട് പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ പട്ടണങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വെസ്റ്റ് ബംഗാളിലും എത്രയോ സംസ്ഥാനങ്ങളിൽ യുപിയിലും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നു. 12 വർഷങ്ങളായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ച് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്നവൾ പറഞ്ഞു. അവിടെ അവളുടെ അത്ഭുതം ആരംഭിച്ചു. അവളുടെ ജീവിതത്തിൽ ആകെ തുകയുള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എല്ലാം തകർച്ചകളുടെ കഥ മാത്രമാണ്. അവൾ ആകപ്പാടെ ചൂഷണം ചെയ്യപ്പെട്ടവളാണ്, ഭ്രാന്തിയെ പോലെ പരവശയായവളാണ്. പക്ഷേ ഒരു ദിവസം അവൾ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. ആ പറച്ചിലാണ് അവളെ അത്ഭുതത്തിലേക്ക് നയിച്ചത്. അവൾ പുറകിൽ വന്ന്, പുരുഷാരത്തിന്റെ പുറകിൽ വന്നവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവൾ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടതാരെന്ന് ചോദിച്ചു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പറയണം, ഞാൻ രക്ഷപ്പെടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. നമ്മൾ പിന്നെയും പ്രസംഗം തുടരും. പക്ഷേ 2 മിനിറ്റ് സമയം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. അടയ്ക്കുകയോ അടയ്ക്കാതിരിച്ചാലും കുഴപ്പമില്ല, അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം ശക്തമായി. നിങ്ങൾ എന്ത് വിഷയത്തോടെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ വിഷയം? എന്താണ് നിങ്ങളുടെ ഭാരം? നിങ്ങളുടെ വേദന എന്താണ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഇന്നിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്? എന്തോ ആയിക്കൊള്ളട്ടെ, എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോടൊപ്പം ദൈവത്തോട് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം വാ തുറന്ന് ശക്തമായി പറഞ്ഞ്, ഞാൻ രക്ഷപ്പെടും, ഞാൻ സൗഖ്യം പ്രാപിക്കും, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും, ഞാൻ വിടുതൽ പ്രാപിക്കും, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, എൻ്റെ ശാപങ്ങൾ മാറിപ്പോകും, എൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറും, എനിക്ക് അടിക്കടിയായി വരുന്ന വലിയ പ്രതികൂലങ്ങൾ മാറും, എൻ്റെ മേലുള്ള എല്ലാ പഴിയും ദുഷിയും മാറിപ്പോകും, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ വർഷങ്ങൾ എനിക്ക് മടക്കി വരും, എനിക്ക് ദൈവം മടക്കി തരും, എന്നെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല.
ചിന്തിക്കുകയില്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകും, ഞാനത് വിശ്വസിക്കുകയാണ്, ഞാൻ ഏറ്റുപറയുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കും. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് എൻ്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുന്നു, എൻ്റെ രോഗങ്ങളെ ഞാൻ ഇറക്കി വയ്ക്കുന്നു, എൻ്റെ വ്യാധിയെ ഞാൻ ഇറക്കി വയ്ക്കുന്നു. എനിക്ക് മാറാത്ത വേദനകൾ, രോഗങ്ങൾ, എൻ്റെ ക്യാൻസർ, എൻ്റെ കിഡ്നി പ്രോബ്ലം, എൻ്റെ ലിവർ പ്രശ്നം, എൻ്റെ ശരീരത്തിലെ മുഴ, ട്യൂമർ, എനിക്ക് സൗഖ്യമാകാത്ത രോഗങ്ങളെല്ലാം അപ്പൻ്റെ പാദത്തിൽ കൊണ്ട് വയ്ക്കുന്നു. ഞാൻ രോഗം പിടിച്ച് കിടക്കേണ്ട ആളല്ല, ഞാൻ രോഗിയായി എൻ്റെ പണം ചെലവഴിച്ച് കളയേണ്ടതല്ല. കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ട വ്യക്തിയാണ്. എന്നെ തൊട്ട് ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം, എൻ്റെ ഡയബറ്റിക് നോർമലാക്കണം, എൻ്റെ കിഡ്നിയെ തൊട്ട് സൗഖ്യമാക്കണം. ഇന്ന് ഞാൻ സൗഖ്യത്തോടെ മടങ്ങിപ്പോകും, തുള്ളി ചാടി മടങ്ങിപ്പോകും. യേശു എന്നിൽ ജീവിക്കുന്നു, സൗഖ്യമാക്കുന്നതിലുണ്ട്. യഹോവ റാഫയാണ് എന്നിലുള്ളത്. ഞാൻ ബലം പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് നടക്കും. മോശ 120 വർഷം ജീവിച്ചെങ്കിൽ ഞാനും ജീവിക്കും. ദൈവം എന്നെ നടത്തും, ദീർഘായുസ്സുണ്ട്, തൃപ്തി വരുത്തും. കർത്താവിന്റെ രക്ഷ എനിക്ക് കാണിച്ചു തരും. ഞാൻ നടക്കും, ഞാൻ ജീവിക്കും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ കർത്താവിനെ സാക്ഷിക്കും. യേശുവിൻ നാമത്തിൽ കർത്താവേ, എൻ്റെ ഭാരമല്ല ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു, അങ്ങയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു. സാത്താനിനെ നിരാശപ്പെടുത്തരുതേ. ഈ മാസം അത്ഭുതങ്ങളുടെ മാസമായി ഞാൻ സ്വീകരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അത്ഭുതം 1, 2 എന്ന് ഞാൻ കാണുകയാണ്, എൻ്റെ മുൻപിൽ കാണുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുകയാണ്. പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ നിറയപ്പെടുകയാണ്. I receive the power of the Holy Spirit. I receive the anointing of the Holy Spirit. എല്ലാ അഭിഷേകവും ഞാൻ ദൈവം തരുന്ന അഭിഷേകത്തെ പ്രാപിച്ചെടുക്കുകയാണ്. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. എല്ലാ നുകങ്ങളും തകർക്കപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവശക്തിയാൽ ഞാൻ നിറയപ്പെടുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളെയും അടിച്ച് കുറേ സമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കുറേ സമയം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവിന് സ്തോത്രം ചെയ്യാം. സൈന്യങ്ങളുടെ ദൈവമായ സർവശക്തിയുള്ള ഞങ്ങളുടെ പിതാവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അറക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തിയും ബലവും ധനവും ജ്ഞാനവും ബഹുമാനവും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ മേൽ വീശണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ സാക്ഷികളായി ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ വേലയ്ക്കായിട്ട് ഒരുക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്താൽ എല്ലാം എനിക്കു സാധ്യം. ശക്തീകരിക്കുന്നവൻ യേശു, ജയമാ നടത്തുന്നു യേശു. ശക്തീകരിക്കുന്നവൻ യേശു, ജയമായി നടത്തുന്നു യേശു. സൈന്യത്താലല്ല ബലത്താലുമല്ല, യഹോവയുടെ ആത്മാവാലത്രേ എന്നു ദൈവം അരുളുന്നു. അസാധ്യമൊന്നും ഇല്ല യേശുവിൻ്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും മടങ്ങും. അസാധ്യമൊന്നും ഇല്ല യേശുവിൻ്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും മടങ്ങും. യെരിഹോ തകർന്നു വീണോ, യോർദാൻ വഴി മാറി. യെരിഹോ തകർന്നു വീണോ, യോർദാൻ വഴി മാറി. ചെങ്കടൽ പിളർന്നു പോയി. എൻ ദൈവം കൽപ്പിച്ചപ്പോൾ ചെങ്കടൽ പിളർന്ന് പോയി. എൻ ദൈവം കൽപ്പിച്ചപ്പോൾ സൈന്യത്താലല്ല ബലത്താലുമല്ല, യഹോവയുടെ ആത്മാവാലത്രേ എന്നു ദൈവമാരു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്ന കരങ്ങൾ അടിച്ചു പാടാം. സൈന്യത്താലല്ല ബലത്താലുമല്ല, യഹോവയുടെ എല്ലാ കരങ്ങളെയും അടിച്ച് ആത്മാവാലത്രേ എന്നു ദൈവം അരുളുന്നു. അസാധ്യമൊന്നുമില്ല
യേശുവിൻ്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും മടങ്ങും, അസാധ്യമൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും മടങ്ങും. സാത്താന്റെ ബന്ധനങ്ങൾ എന്നേശു തകർത്തുവല്ലോ. സാത്താന്റെ ബന്ധനങ്ങൾ എന്നേശു തകർത്തുവല്ലോ. ശാപവും രോഗവും ക്രൂശിൽ എന്നാഥൻ വഹിച്ചുവല്ലോ. ശാപവും രോഗവും ക്രൂശിൽ എന്നാഥൻ വഹിച്ചുവല്ലോ. സൈന്യത്താലല്ല ബലത്താലുമല്ല, യഹോവയുടെ ആത്മാവാലത്രേ എന്നു ദൈവമാരുളുന്നു. അസാധ്യമൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും മടങ്ങും, അസാധ്യമൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാലും മടങ്ങും, അസാധ്യമൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ സാധ്യമായി തീരും. എല്ലാ മുഴങ്കാൽ മടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഇരിക്കാം എല്ലാവർക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് വിശ്വാസത്തെ പ്രഖ്യാപിക്കേണ്ടത്? 5 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കത് പറ്റുവാണെങ്കിൽ ഏറ്റു പറയാം. ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് രോഗത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സൗഖ്യത്തെക്കുറിച്ചാണ്. ഹീലിംഗ്, സൗഖ്യം. ഞാൻ പറയുകയാണ് എൻ്റെ സൗഖ്യത്തെക്കുറിച്ച്. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണറിലൂടെ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു എൻ്റെ ബലഹീനതകൾ എടുത്തു, എൻ്റെ രോഗം വഹിച്ചു. ഞാൻ ആരോഗ്യവാനാണ്. ഞാൻ ജേതാക്കളേക്കാൾ വലിയവനാണ്. ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം, വിശ്രമം, വ്യായാമം എന്നിവ എടുക്കും. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് സകലവും ചെയ്യാൻ കഴിയും. ഒരു രോഗവും എന്നെ തോൽപ്പിക്കുകയില്ല. പകരം ഞാൻ രോഗത്തെ തോൽപ്പിക്കും. ഞാൻ ദീർഘകാലം ജീവിക്കും. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കും. ഞാൻ പലർക്കും രോഗശാന്തി നൽകുന്ന ഒരു ചാലകമായി പ്രവർത്തിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പറയേണ്ടതാണിത്. എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്നാൽ നമ്മൾ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും സാത്താൻ, പിശാച്, കള്ളൻ നമ്മളോട് പറയും. കാരണം യോഹന്നാൻ 8:44 പറയുന്നു, പിശാച് കള്ളം പറയുന്നവനും കള്ളൻ്റെ പിതാവുമാണ്. പിശാച് പറയും, ചില അസുഖങ്ങൾ എന്നെ കൊല്ലും, എനിക്ക് അസുഖമില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല. എല്ലാവർക്കും രോഗങ്ങളുണ്ട്, അതുപോലെ എനിക്കും രോഗമുണ്ട്. ഇത് കള്ളമാണ്. ഈ കള്ളത്തനത്തിനെ ഞാൻ എതിർക്കുകയാണ്. ഇതെല്ലാം പിശാച് പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയും, എൻ്റെ രോഗത്തെ യേശു ഏറ്റെടുത്തു, എൻ്റെ ബലഹീനതയെ യേശു വഹിച്ചു. സമാധാനത്തെക്കുറിച്ച് ഞാൻ എന്താണ് പ്രഖ്യാപിക്കുന്നത്? സമാധാനത്തിൻ്റെ രാജകുമാരൻ, സമാധാനത്തിൻ്റെ പ്രഭു എന്നോടൊപ്പം ഉള്ളതിനാൽ എനിക്ക് എപ്പോഴും മനസമാധാനമുണ്ട്. എല്ലാ ധാരണകളെയും എല്ലാ ബുദ്ധിയെയും കവിയുന്ന സമാധാനം എനിക്കുണ്ട്. ഞാൻ എത്ര സമാധാനത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എല്ലാ രാത്രിയിലും ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ചിരിക്കുന്നു, ഞങ്ങൾ യാത്ര ചെയ്യുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ വിശ്രമിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ആളുകൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ ബന്ധുക്കൾ, എല്ലാവരും എന്നോട് സമാധാനത്തിലാണ്. ഞാൻ സമാധാനത്തിൻ്റെ വാഹകനാണ്. അതിനാൽ ഞാൻ എവിടെ പോയാലും അവിടെ ആളുകൾക്ക് മനസമാധാനം അനുഭവപ്പെടും. നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ സമാധാനത്തോടെ ജീവിക്കും. സാഹചര്യങ്ങൾ ഒന്നും തന്നെ എന്നെ അലട്ടുന്നില്ല. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം.
പിശാച് കള്ളം പറയുന്നവനായതുകൊണ്ട് അവൻ പറയും, എല്ലാ വീടുകളിലും വഴക്കുണ്ട്, ചട്ടി അയാൾ തട്ടിയും മുട്ടിയേ കിടക്കൂ, അതിനാൽ എനിക്കും അസ്വസ്ഥതയുണ്ടാകും, എനിക്കെപ്പോഴും സമാധാനം പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് സമാധാനം ഇല്ലായ്മയിലൂടെ കടന്നു പോകണം, എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. ഇതെല്ലാം കള്ളത്തനമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ പറയുന്നു, സമാധാന പ്രഭു എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ സമാധാനത്തിൽ എല്ലായ്പ്പോഴും ജീവിക്കും. കുടുംബത്തെക്കുറിച്ച് ഞാൻ എന്താണ് പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതാണ് എന്നോട് ചേർന്ന്. വെറുതെ കേട്ടുകൊണ്ടിരിക്കേണ്ടതല്ല, ഏറ്റു പറയുക. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്മയും കരുണയും ഞങ്ങളെ എപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കും. എൻ്റെ മക്കൾ ഭൂമിയിൽ ശക്തരാകും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവർ ഭൂമിയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പോലിരിക്കും. എൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് ചെടികൾ പോലെ എൻ്റെ മക്കൾ തഴച്ചു വളരും. അവർ കർത്താവിൽ നിന്നുള്ള എനിക്കുള്ള സമ്മാനമാണ്. എൻ്റെ മക്കൾ ഒരു യോദ്ധാവിൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. എൻ്റെ പുത്രന്മാരും പുത്രിമാരും അവരുടെ യൗവനത്തിൽ വളർന്ന ചെടികൾ പോലെ വളർന്നുകൊണ്ടേയിരിക്കും. ആമേൻ. കർത്താവ് എൻ്റെ കുടുംബത്തെ വീഴാതെ സൂക്ഷിക്കുകയും പിതാവിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ അത്യധികം സന്തോഷത്തോടെ ഞങ്ങളെ കുറ്റവിമുക്തരാക്കി ഒടുവിൽ നിർത്തുകയും ചെയ്യും. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, ഞങ്ങൾ പോകുന്ന എല്ലായിടത്തും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കർത്താവ് ഞങ്ങളുടെ ഭവനം തൻ്റെ സ്വന്തമായി സ്ഥാപിച്ചിരിക്കുന്നു. അവൻ നമ്മെ വിജയിപ്പിക്കും. കർത്താവ് എൻ്റെ കുടുംബത്തെ ഒരു പരിചയായി വലയം ചെയ്യും. ഒരു കുടുംബമെന്ന നിലയിൽ ഞങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധവും ഫലിക്കുകയില്ല. കർത്താവ് അനുഗ്രഹിച്ചതിനെ ശപിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ശക്തനായ ദൈവത്തിൻ്റെ നിഴലിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു തിന്മയും ഞങ്ങളെ ഉപദ്രവിക്കുന്നില്ല. എൻ്റെ കുട്ടികൾ ജ്ഞാനവും വിവേകവും അന്വേഷിക്കുന്നവരാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവർ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ വഴികളെയും മുറുകെ പിടിക്കുന്നു. അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ വിലമതിക്കുന്നു. വിവേചനത്തിനായി അവർ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ചൈതന്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ എപ്പോഴും പകർന്ന് ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവരെ ദൈവം അറിയിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ധനപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്, എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ദൈവത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാനിനി ദാരിദ്ര്യത്തിൻ്റെ ശാപത്തിൽ ജീവിക്കുന്നില്ല. എൻ്റെ കടമെല്ലാം ഞാൻ ഓരോന്നായി തീർക്കും. ദൈവം ക്രിസ്തു യേശു മുഖാന്തരം മഹത്വത്തിൻ തൻ്റെ സമ്പത്തിന് അനുസൃതമായി എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉദാരമായി നൽകും. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് സമ്പത്ത് നേടാനുള്ള ശക്തി തരും, ആരോഗ്യം തരും, അധ്വാനിക്കാനുള്ള ബലം തരും. ദൈവം എൻ്റെ വീട്ടിൽ അപൂർവം മനോഹരവുമായ നിധികൾ കൊണ്ട് നിറയ്ക്കും. ഞാൻ തലയാണ്, വാലല്ല. മുകളിലാണ് ഞാൻ, താഴെയല്ല. ഞാൻ കടം കൊടുക്കും, കടം വാങ്ങില്ല. എൻ്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ ദൈവം എനിക്ക് ജ്ഞാനം തരും. അവൻ എൻ്റെ കുടുംബത്തിലേക്ക് സ്ഥിരമായ സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരും. ഒരു അനുഗ്രഹമാകാൻ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അനേകം ദരിദ്രരെയും സാധുക്കളെയും ഞാൻ സാമ്പത്തികമായി സഹായിക്കും. ധനകാര്യമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളെയും മിഷണറി പ്രവർത്തനങ്ങളെയും ഞാൻ പിന്തുണയ്ക്കും. ഞാൻ എപ്പോഴും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകും. അതുകൊണ്ട് ദൈവം എനിക്ക് ജീവിതവും ബഹുമാനവും സമൃദ്ധിയും സമ്പത്തും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നു മുതൽ നമ്മൾ പ്രഖ്യാപനത്തിൻ്റെ ദിനങ്ങളിലാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദൈവം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുന്നത് ഇക്കാലത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ ഈ അന്ത്യകാലത്ത് എനിക്കും അത് ലഭിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ചലിക്കുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ വഹിക്കുന്നു. ഒരു ദുരാത്മാവിനും എൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയില്ല.
എൻ്റെ മേലുള്ള അഭിഷേകം എൻ്റെ മേലുള്ള എല്ലാ നുകത്തെയും തകർത്തുകളയും. എല്ലാ പരമ്പരാഗത ശാപങ്ങളും പൂർവ്വപിതാക്കന്മാരുടെ ശാപങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തകർന്നിരിക്കുന്നു. എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു തീ പോലെയാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം അത് ജ്വലിക്കും. ഞാൻ അവരുടെ മേൽ ആരുടെയെങ്കിലും മേൽ കൈവയ്ക്കുമ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. എൻ്റെ എല്ലാ കുടുംബ അംഗങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ നിമിഷവും യാത്ര ചെയ്യാൻ. നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം, ശക്തമായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ കർത്താവായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് അങ്ങയുടെ മക്കളോട് പറയാൻ അങ്ങ് പറഞ്ഞതുപോലെ അടിയൻ പറഞ്ഞു കർത്താവേ. ഇനി പ്രവർത്തിക്കേണ്ടത് അവിടെ നിന്നാണ് യേശുപ്പ. ഇന്നാരും നിരാശപ്പെട്ട് മടങ്ങിപ്പോകരുത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോകാൻ അവരെ ബലപ്പെടുത്തണമേ. ജീവിതത്തിൽ വന്ന കുറവുകളെയും ഞങ്ങളുടെ അവിശ്വാസങ്ങളെയും ക്ഷമിക്കണമേ. ഞങ്ങൾ പറഞ്ഞുപോയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ ഞങ്ങളെ വിടുവിക്കുകയും ഞങ്ങളുടെ അറിവില്ലായ്മയെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി ശുദ്ധീകരിക്കണം. പാപങ്ങളെ ക്ഷമിക്കണമേ. സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ പ്രിയ മക്കളാക്കി അങ്ങയുടെ മക്കളെ മാറ്റുന്നതിനാൽ സ്തോത്രം. എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കണമേ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ പ്രഭാതമാണ്. വലിയ അത്ഭുതങ്ങളുടെ പ്രഭാതമാണെന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ മൈഗ്രെയിൻ തലവേദനകൾ യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ. കിഡ്നി തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. ഹാർട്ട് ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. ലിവർ കരൾ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. സ്പോണ്ടലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. സൈനസ് ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി ഞങ്ങളുടെ മക്കളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ട്യൂമർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. ട്യൂമറുകൾ, സ്വെല്ലിംഗ്, ഗ്ലാൻഡ് വീക്കങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. എല്ലാ മുഴകളും അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അലിഞ്ഞു പോകട്ടെ, കാണാതെയാകട്ടെ. അവർ വന്ന് സാക്ഷ്യം പറയട്ടെ. വരും നാളുകളിൽ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ അതന്നെ അവർ സൗഖ്യം പ്രാപിച്ചത് വന്ന് വരും കാലങ്ങളിൽ അവർ വന്ന് സാക്ഷ്യം പറയട്ടെ. ഇന്നു മുതൽ സാക്ഷ്യം പറഞ്ഞ് തുടങ്ങട്ടെ. അത് അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അദൃശ്യമായ ദൈവശക്തി അങ്ങയുടെ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് അനേക വർഷങ്ങളായി മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കൊരു പൈതലിനെ കൊടുത്ത് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ പോരാട്ടങ്ങളാൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. രാത്രി ഉറക്കം വരുന്നില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ ഞെട്ടി ഉണരുന്നു. ദുഷ്ട സ്വപ്നങ്ങൾ കാണുന്നു. ക്ഷുദ്രപ്രയോഗങ്ങളാൽ അതിനെക്കുറിച്ച് ഭാരപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന കടഭാരങ്ങൾ, നഷ്ടങ്ങൾ, വീണ് ഉടഞ്ഞു പോവുക, നഷ്ടപ്പെടുക, പെട്ടെന്ന് മുഖത്തോട് മുഖം നോക്കുമ്പോൾ തന്നെ തമ്മിൽ കയർത്ത് സംസാരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മക്കൾക്ക് വീട്ടിൽ വരാൻ തോന്നാതിരിക്കുക, അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ, അവരുടെ ഭവനങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ശാസിച്ച് ഭത്സിച്ച് പുറത്താക്കുകയാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. അവിടെ വെളിച്ചം വരട്ടെ. മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കണമേ. അവിടെ വിദ്യാഭ്യാസങ്ങൾക്ക് അനുസരിച്ചുള്ള നല്ല ജോലി അവർക്ക് കൊടുക്കണം അപ്പ. മക്കളെല്ലാവരും അനുസരണയോടെ ജീവിക്കാൻ കൃപ കൊടുക്കണം അപ്പ. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളുടെ വിവാഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി നല്ല വിവാഹങ്ങൾ അവർക്ക് നടക്കണമേ. ആൺമക്കളുടെ വിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് നല്ല വിവാഹങ്ങൾ നടക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്തോത്രം. കർത്താവേ, ഈ ജൂൺ മാസം മുതൽ
പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ച ക്ലാസ്സുകളെ ആശീർവദിക്കണമേ. വിദ്യാഭ്യാസം തുടങ്ങിയ മക്കളുണ്ട്. LKG യോ UKG യോ 1-ാം ക്ലാസ്സോ 10-ാം ക്ലാസ്സോ 11-ാം ക്ലാസ്സോ പ്രൊഫഷണൽ കോളേജോ അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് ഉയരത്തിലെ ജ്ഞാനം കൊടുക്കണമപ്പ. അങ്ങ് ജ്ഞാനത്തിന്റെ ഉറവിടമാണപ്പ. സ്പെഷ്യൽ വിസ്ഡം, പ്രത്യേക ജ്ഞാനം ഈ ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേക ജ്ഞാനത്താൽ നിറയ്ക്കണമപ്പ. അവർ വിദ്യാഭ്യാസത്തിൽ ഉയരട്ടപ്പ. സിവിൽ സർവൻസ് ഉണ്ടാകട്ടപ്പ, ഡോക്ടർമാരുണ്ടാകട്ടെ, എഞ്ചിനീയർമാരുണ്ടാകട്ടെ, അഡ്വക്കറ്റുമാരുണ്ടാകട്ടെ, മജിസ്ട്രേറ്റുമാരുണ്ടാകട്ടെ, ജഡ്ജിമാരുണ്ടാകട്ടെ, IAS-കാരുണ്ടാകട്ടെ, IFS-കാർ, IPS-കാരുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭാരത മഹാരാജ്യത്തിൽ ഉയർന്നിരിക്കട്ടെ. IFS-കാരുണ്ടാകട്ടെ, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരാൾ പോലും വാളിയിടിച്ച് നടക്കാൻ ഇടയാകരുത്. ഉയർന്നു വരട്ടെ. ഓ ഹല്ലേലൂയ. ഉയർന്ന തലത്തിലെത്തട്ടെ. മന്ത്രിമാരുണ്ടാകണമേ. വലിയ വലിയ പൊസിഷനിൽ വരണമേ. ഇവിടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ആശീർവദിക്കപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ ജോലിയിലുള്ള ഭാരങ്ങൾ ഞങ്ങളുടെ മക്കളിൽ നിന്ന് മാറ്റിക്കൊടുക്കണമേ. കേസും വ്യവഹാരങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. യേശുവിൻ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. ഒരു വീടില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ. ഒരു ലോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പാ. അപ്പം ആ ലോണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം അവരെ സഹായിക്കണമേ. അതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ ശക്തി വ്യാപരിക്കാൻ യേശുവിൻ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശോപ്പാ, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം വരണമേ. സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടുത്തെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഈ കുടുംബങ്ങളിൽ ഞാൻ സമാധാനത്തെ പറയുകയാണ്. ഇന്നു മുതൽ ഒരു പ്രത്യേക സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകൾ മാറിപ്പോകട്ടെ. സംശയ രോഗങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ. സംശയത്തിൻ്റെ ആത്മാവ് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ സാമ്പത്തികമായ ക്ലേശങ്ങൾ മാറ്റിക്കൊടുക്കണമപ്പ. അയൽക്കാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അയൽക്കാർ ഒത്തിരി ശല്യപ്പെടുത്തുന്നു, അയൽക്കാർ ദേഷ്യമുണ്ടാക്കുന്നു, അയൽക്കാർ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. അയൽക്കാർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഇവരുടെ പ്രാർത്ഥന കേട്ട് അയൽക്കാർ മാനസാന്തരപ്പെടട്ടെ. വിഗ്രഹാരാധനകൾ വിട്ട് യേശുവിലേക്ക് വരട്ടെ. അയൽക്കാർക്ക് മാറ്റമുണ്ടാകട്ടെ. അയൽവക്കത്തിലേക്ക് നിന്റെ മക്കളിൽ നിന്ന് ദൈവശക്തി വ്യാപരിക്കണമേ. യേശുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. കർത്താവെ, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ ആത്മീയമായ വളർച്ച കൊടുക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അങ്ങറിയുന്നു. അതുപോലെ അവരെ നടത്തണമേ. ഇന്ന് അവരുടെ മേൽ ദൈവശക്തി അയക്കണമപ്പ. അഭിഷേകം അയക്കണമപ്പ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവെ, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം വലിയ പകർച്ചയായി പകരണമേ എന്നതിന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവവേല ചെയ്യുന്നവരുണ്ട്. ദൈവവേലക്കാരായിട്ടിരിക്കുന്ന പലരും ഇവിടെയുണ്ട്. അവരുടെ വേലയെ അനുഗ്രഹിക്കണമപ്പ. അവരുടെ വേലയെ ആശീർവദിക്കണമപ്പ. കൃപാവരങ്ങൾ കൊണ്ടവരെ നിറയ്ക്കണമപ്പ. 9 കൃപാവരങ്ങളാലും നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ഫലത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കട്ടെ. അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചനങ്ങൾ വരട്ടെ. യേശുവിൻ നാമത്തിൽ കൃപാവരങ്ങളാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവപ്പാ, അങ്ങനെ ഈ ആശ്രമത്തിൽ ആരെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേലെല്ലാം ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. വരും നാളുകളിൽ അനേകർ ആശ്രമത്തിൽ വരട്ടെ കർത്താവേ. ഒരു കസേര പോലും ഒഴിഞ്ഞു കിടക്കരുത് കർത്താവേ. ഒരുപാട് അനുഗ്രഹങ്ങൾ പകരുമ്പോൾ സാത്താൻ ആരുടെയും വഴി തടയരുത് കർത്താവേ. വീടുകളിൽ ആരുടെയും വഴി തടയരുത്. അവർ വരട്ടെ, ഓർത്തോർത്ത് വരട്ടെ. വരുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാകണമേ. യേശുവിൻ നാമത്തിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപ്പ അങ്ങനെ ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ മക്കൾ വരുന്ന ഓരോ ദേശങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം.
സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം ചെയ്യാം. ദൈവം ശക്തീകരിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. ദൈവം ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. ഏറ്റെടുക്കാം. ഇന്ന് കേട്ടതെല്ലാം നമുക്ക് ഏറ്റെടുക്കാം. ഐ റിസീവ് ഇറ്റ് ലോർഡ്. ഞാനത് ഏറ്റെടുക്കുന്നു അപ്പാ, ഏറ്റെടുക്കുന്നു അപ്പാ. ഇന്ന് എനിക്ക് വേണ്ടിയാണ് അപ്പാ. ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയാണ് അപ്പാ. ഞാൻ ഇന്ന് ബലത്തോടെ പോകുന്നു അപ്പാ, ശക്തിയോടെ പോകുന്നു അപ്പാ. വന്നതുപോലെ അല്ല അപ്പാ. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിക്കപ്പെടും അപ്പാ. എന്നെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം അപ്പാ. താങ്ക് യു ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടെല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസനം കൂടാതെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.